ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വാവ ആയതുകൊണ്ട് ഒരു ഓട്ടട ഉണ്ടാക്കാമെന്ന് ഓർത്തേ. ഓട്ടട ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചപ്പോഴത്തേനും ചട്ടി പൊട്ടിപ്പോയി. അടിയിലും പൊട്ടി മേളിലും പൊട്ടി. എന്നാലും ഓട്ടട അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ കൊത്തൊന്നുമില്ലാതെ ചിരകിയെടുക്കണേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയും കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ശർക്കരയിലല്ല ഉണ്ടാക്കണേ. ഓട്ടട ആയതുകൊണ്ട് ശർക്കരയുടെ ഇത് വെക്കുമ്പം ഇങ്ങനെ ഉരുകി വരും. അപ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. മധുരം അല്പോടെ വേണമെന്നുണ്ടെങ്കിൽ 6-7 സ്പൂൺ പഞ്ചസാര ഇടാം. ഒരു തേങ്ങ ചെറുകിയതുണ്ടല്ലോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു കിട്ടട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു 5-6 ഏലക്കായും ഒരല്പം ജീരകവും കൂടെ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. കല്ലിൽ വെച്ച് നല്ലതുപോലെ ചതച്ചെടുത്തതാണ്. അപ്പം ഞാൻ ആ ഏലക്കായൻ്റെ തൊണ്ടൊക്കെ അങ്ങോട്ട് എടുത്തു മാറ്റി. എന്നിട്ട് ഈ തേങ്ങയിലേക്കും പഞ്ചസാരയിലേക്കും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ നല്ലൊരു ഏലക്കായൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ മണം ഉണ്ടാവും. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തീ കുറച്ചിട്ടിട്ട് വേണേ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിക്കണ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് മേടിച്ചിട്ട് പൊടിപ്പിച്ചെടുക്കുന്നതാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. കൈ വെച്ച് നല്ലതുപോലെ ഇളക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, പച്ചവെള്ളമാണ്. എന്നിട്ട് നല്ലപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്താൽ മതിയേ. അല്ലെങ്കിൽ വെള്ളം കൂടി പോകും. ഒത്തിരി അങ്ങോട്ട് ലൂസായി പോവരുത്. എല്ലാ ഭാഗത്തേക്കും കുഴ ചെല്ലണേ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഇത്രക്ക് മതിയേ. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ വേണേ കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഓട്ടട ഉണ്ടാക്കാൻ നോക്കിയതാണ്. ചട്ടി പൊട്ടിപ്പോയി. അപ്പം ഗ്യാസിൽ വെച്ച് ചട്ടി വെക്കരുതേ, പൊട്ടിപ്പോകും. 2 സൈഡും പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ് പോയ ചട്ടിയിലാണ് ഓട്ടട ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈ ഒരല്പം വെള്ളം എടുത്ത് വെക്കണേ. കൈ ഒന്ന് മുക്കിയിട്ട് വേണേ ഈ മാവ് കുഴച്ചതെടുക്കാനായിട്ട്. എന്നിട്ട് ഒരു ഇലയിലേക്ക് വെച്ച് കൊടുക്കണേ. എന്നിട്ട് കൈ വെള്ളത്തിൽ മുക്കി തന്നെ വേണം, കൈ വെള്ളത്തിൽ മുക്കിയിട്ട് വേണേ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. നല്ലതുപോലെ പരത്തി കൊടുക്കണം. അധികം ബലമൊന്നും കൊടുക്കണ്ട, പെട്ടെന്ന് പരന്ന് കിട്ടും. കയ്യിലൊരല്പം വെള്ളം തൊട്ടാൽ മതി. ഇനി നമുക്ക് 1 സ്പൂൺ തേങ്ങയും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് സ്പൂണും കൊണ്ട് നിരത്തി കൊടുക്കണേ. എന്നിട്ട് ഇല എടുത്തൊന്നും കൂടെ മടക്കുക. പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പം ഞാൻ പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയേ. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും പരത്തിയെടുക്കാം. കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒരല്പം കോരിയെടുക്കണേ. എന്നിട്ട് കൈ മുക്കിയിട്ട് വേണേ, വെള്ളത്തിൽ മുക്കിയിട്ട് വേണം പരത്തി കൊടുക്കാൻ. എല്ലാവരും അരിപ്പൊടി കൊണ്ടുള്ള അടയാണ് ഉണ്ടാക്കണേ. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി വെച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലതുപോലെ പരത്തി കൊടുക്കണം. എന്നിട്ട് കുറച്ച് പീരയും കൂടെ വെച്ച് കൊടുക്കാം.
പതുക്കെ ഒന്ന് നിരത്തി കൊടുക്കണേ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ചട്ടി പൊട്ടിയാലെന്താ, നല്ല അടയുണ്ടാക്കിയെടുക്കാൻ പറ്റിയേ. പക്ഷേ കറി വെക്കണമെങ്കിൽ കറി മൊത്തം പോയേനെ ചട്ടി പൊട്ടി. അപ്പം അടയായതുകൊണ്ട് കുഴപ്പമൊന്നും പറ്റിയില്ല, ചട്ടി മാത്രമേ പൊട്ടിയുള്ളൂ. അപ്പോൾ നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്കിട്ട് കൊടുക്കാം. ചട്ടകം വെച്ച് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കണേ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.